ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ന്യൂസ് ട്രാക്ക് 170 ആരംഭിക്കുകയാണ്. വിജയകുമാർ, ഇന്നലെ വാർത്താപ്പകലിൽ CAG റിപ്പോർട്ടാണ് DGP പ്രതിരോധത്തിലാക്കിയതെങ്കിൽ ഇന്ന് സിംസ് എന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ വ്യക്തികളുടെയും സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ നടന്ന ക്രമക്കേട്, സ്വകാര്യ കമ്പനിയെ പങ്കെടുപ്പിച്ച ക്രമക്കേട് വീണ്ടും DGP പ്രതിരോധത്തിലാക്കുന്നു. അതെ, ഇന്നലത്തെ പോലീസിനെതിരായി ഉയർന്ന വലിയ വാർത്തകളുടെക്കൊപ്പമാണ് ഈ വിവാദവും വരുന്നത്. ഇതിൽ ഒരു അഴിമതി ആരോപണത്തെ സൂചനയുണ്ട്, സുതാര്യതക്കുറവിനെ പറ്റി പറയുന്നുണ്ട്. ഏതായാലും സംസ്ഥാന പോലീസ് ഇന്നലെയും ഇന്നുമായി വാർത്തകളിൽ നിറയുകയാണ്. പക്ഷേ ഒന്നും ശുഭകരമായ വാർത്തകളിലല്ല പോലീസ് നിറയുന്നത്. പ്രതിരോധത്തിലായിരിക്കുകയാണ് പോലീസും DGPയും. പക്ഷേ സിംസിന്റെ കാര്യത്തിൽ ഒട്ടേറെ സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു. ആ കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളുടെ പ്രതിനിധികൾ ആ വാർത്തകൾക്ക് പിന്നാലെയുണ്ട്. ഈ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ന്യൂസ് ട്രാക്ക് 170 ആരംഭിക്കുകയാണ്. സ്വാഗതം. DGPക്ക് CAG കുരുക്ക്. CAG റിപ്പോർട്ടിന് പിന്നാലെ പോലീസിനെ പ്രതിരോധത്തിലാക്കി സിംസ് പദ്ധതി. സ്വകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്കായി തയ്യാറാക്കിയ സിംസ് പദ്ധതിയാണ് സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നത്. പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയുടെ നേട്ടം കൊയ്യുന്നതാകട്ടെ സ്വകാര്യ കമ്പനി എന്നാണ് ആരോപണം. പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ കമ്പനിയുടെ പ്രതിനിധികൾക്ക് ഓഫീസ് അനുവദിക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തൽ. അതേസമയം CAG റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിക്കുന്നത് അനുചിതമാണെന്ന സമീപനമാണ് ഇന്ന് 2 തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ലോക്നാഥ് ബെഹ്റ സ്വീകരിച്ചത്. PR division will give you all details. I have already told them that they will give. It is not proper on my part to speak right now. At this point of time, I don't want to make any comment on any subject. You will get all details. My PR division, I have already told them. You have anything, he will give you the details. So I am not going to speak anything right now. It will not be appropriate. Okay. Those things, it will be breach of privilege. You must understand. അതേസമയം CAG റിപ്പോർട്ടിൽ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാകാറില്ലെന്നും കാര്യങ്ങൾ നിയമസഭയിൽ പറയുമെന്നും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. CAGയുടെ വാർത്താ സമ്മേളനത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വിമർശിച്ചു. CAG റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഗൗരവമുള്ളതാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP പ്രതികരിച്ചു. സാധാരണ CAG റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമല്ല. അതിൻ്റെതായ നടപടിക്രമമുണ്ട്. ഞാൻ അസംബ്ലിയിൽ തന്നെ പറഞ്ഞില്ല. അപ്പോൾ അവിടെ കാര്യങ്ങൾ പറയാം. അതാണ് എൻ്റെ കൈ കിട്ടിയില്ല. ആ റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം ആരോപണമാണെന്നോ അഴിമതിയാണെന്നോ പറയാൻ കഴിയില്ല. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ വിശദീകരണങ്ങളുണ്ടാകും. അത് ഒരു നിയമസഭാ കമ്മിറ്റി അല്ലെങ്കിൽ പാർലമെൻറ്റ് കമ്മിറ്റി കേട്ടതിന് ശേഷം അവരെത്തുന്ന കൺക്ലൂഷൻസാണ് ഇതിനെ സംബന്ധിച്ചൊരു അവസാന വാക്ക് എന്ന് പറയുന്നത്. സുതാര്യമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും സാധാരണയല്ലാതെ ഇന്നലെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇത് നിയമപരമായി പാർലമെൻ്ററി പ്രാക്ടീസ് അനുസരിച്ച് അത് പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഗവൺമെൻറ് അതിൻ്റെ നടപടി സ്വീകരിക്കും. തോക്ക് നഷ്ടപ്പെട്ട കാര്യം, തോക്ക് നഷ്ടപ്പെടുന്നത് ആ തോക്ക് അങ്ങോട്ട് പോയി എന്നുള്ളതല്ല, തോക്ക് എവിടെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെ തന്നെ അത് ഒരു കാലത്തും സംഭവിക്കാത്ത സംഗതികളാണ്. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ ക്രമക്കേടുകൾ കാര്യങ്ങൾ ഒക്കെ ഇപ്പോൾ CAG ചൂണ്ടിക്കാണിച്ച് CAG പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. പാർട്ടി അത് ചർച്ച ചെയ്യും. DGP മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇതിനിടെ DGP മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തി. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു. അല്ലമീൻ നമുക്കൊപ്പം ചേരും. ഷഫീദ് റാവുത്തറിലേക്ക് ആദ്യം. ഷഫീദ് റാവുത്തർ, ഇന്ന് സിംസുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങൾ അത് ഏതൊക്കെ തരത്തിലാണ് DGP പ്രതിരോധത്തിലാക്കുന്നത്? ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പ്രകാരം
അരുൺകുമാർ, CAG റിപ്പോർട്ടിൻ്റെ പോലീസിനെതിരെ ഉണ്ടായ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വലിയ പ്രതിരോധത്തിലേക്ക് പോലീസ് കടക്കുന്നത്. ഇന്ന് പോലീസിൻ്റെ സിംസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുടെ വാർത്തയായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ പുറത്തു വന്നത്. ഇത് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയെ തന്നെയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചത്. ഈ കൂടിക്കാഴ്ചയിലടക്കം വളരെ ഗൗരവമായി ഉയർന്നു വന്ന വിഷയവും ഈ സിംസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ പ്രധാനം ഈ സ്വകാര്യ കമ്പനികൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് തുടങ്ങിയ പദ്ധതിയാണ് സിംസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രവർത്തന ഘടനയിലടക്കം വലിയ തരത്തിൽ ക്രമക്കേടുണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നതിൽ. പ്രധാനമായും സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ഇവർക്ക് കൺട്രോൾ റൂം തുറക്കാൻ അനുമതി കൊടുത്തു. കെൽട്രോണിനുള്ള അനുമതി ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു. അതിനും അപ്പുറത്തേക്ക് കേരള പോലീസും കെൽട്രോണും നടത്തേണ്ട ഒരു പദ്ധതി എങ്ങനെ ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അതേപോലെ തന്നെ ഈ ഉപകരാർ സംബന്ധിച്ച രേഖകളടക്കം പുറത്തു വന്നിട്ടില്ല. അതിലേതെങ്കിലും തരത്തിൽ അവ്യക്തത കുറവുണ്ടോ? അതിനുമപ്പുറത്തേക്ക് ഈ സിംസുമായി ബന്ധപ്പെട്ട് വരുന്ന പണം മുഴുവൻ ഇപ്പോൾ കൈപ്പറ്റുന്നതും അത് ചിലവഴിക്കുന്നതും ഈ സ്വകാര്യ കമ്പനിയായ ഗാലക്സോൺ ഇന്റർനാഷണൽ എന്ന് പറയപ്പെടുന്ന കമ്പനിയാണ്. നേരത്തെ കേരള പോലീസ് അവകാശവാദം ഉന്നയിച്ചത് അങ്ങനെ ആയിരുന്നില്ല. ഇതിൽ ഈ അംഗമാകുന്ന കമ്പനികളുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും പ്രധാനമായും CCTV അടക്കമുള്ള സർവെയിലൻസ് ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും അത് മാത്രമല്ല ഫീസ് ഇനത്തിൽ ഈടാക്കുന്ന പണവും നിലവിൽ ഈ സ്വകാര്യ കമ്പനിക്ക് മാത്രമാണ് കിട്ടുന്നത്. ഇതിലൊരു ചെറിയ എമൗണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ തുക മാത്രം സംസ്ഥാന പോലീസിന് ലഭിക്കുന്നു. ഇങ്ങനെയായിരുന്നില്ല ഈ പദ്ധതി ഡിസൈൻ ചെയ്തിരുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഈ കരാറിലും ഉപകരാർ രേഖകളിലും അടക്കം എല്ലാ തരത്തിലും ക്രമക്കേട് നടന്നു എന്നതായിരുന്നു ഇന്ന് സിംസുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് നമ്മൾ പ്രതികരണവും തേടിയിരുന്നു. ആ ഘട്ടത്തിലും CAGയിലെ പരാമർശങ്ങളും സിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും താൻ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുന്നത് ചട്ടലംഘനമാകും, അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതികരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഈ PR വഴി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസർ വഴി മാധ്യമങ്ങളോട് പറയും. അതിനുമപ്പുറത്തേക്ക് CAGയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി പറയേണ്ടത് PSCക്ക് മുന്നിലാണ്. സ്വാഭാവികമായും നിയമസഭാ കമ്മിറ്റിക്ക് മുമ്പിൽ അക്കാര്യങ്ങൾക്കെല്ലാം താൻ മറുപടി പറയും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു ഘട്ടത്തിലാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെയാണ് ഇന്ന് ഏതാണ്ട് 12:35 മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി DGP മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന പോലീസിനെതിരെ ഇത്രയേറെ ആക്ഷേപങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ബ്രിട്ടനിലേക്ക് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോകാൻ പൊതുഭരണ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നു. ഇതും വലിയ വാർത്തയായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സമയത്ത് ഉന്നയിച്ചു. അതുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ, ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി വിദേശയാത്ര നടത്തുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ മാറ്റമൊന്നുമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഇനിയുള്ള ഇതിന്റെ ഒരു പോക്കായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകമാവുക. അതിൽ ഇപ്പോൾ DGPയുടെ ഓഫീസിൽ നിന്നും അതുപോലെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും തലപ്പത്ത് നിയമവിദഗ്ധരുടെ അടക്കം തലപ്പത്ത് നിന്ന് പുറത്തു വരുന്ന ഷഫീദ്, ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട സംശയങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിലൊന്ന്, ഈ ഗാലക്സോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കമ്പനി അത് ഷാർജയിലും ദുബായിലും സമാനമായ CMS എന്ന സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റത്തിന് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നൽകിയ കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഒരു പദ്ധതിയായിട്ടാണോ ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്? അത് കെൽട്രോണുമായി സഹകരിച്ചുകൊണ്ട് ഹാർഡ്വെയർ ഷെയർ ചെയ്യാം എന്ന കരാറിൽ കേരള പോലീസിന്റെ സഹായത്തോടു കൂടി സ്വകാര്യ വ്യക്തികൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുക, ഇതായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ദേശമെന്ന് നമ്മൾ കരുതിയാൽ, ഇപ്പോൾ സർക്കാർ പറയുന്നത് പ്രകാരം കെൽട്രോണുമായി മാത്രമേ സർക്കാരിന് ഇത്തരത്തിലൊരു കാര്യത്തിൽ നേരിട്ടിടപെടാൻ കഴിയൂ. കെൽട്രോണുമായിട്ടൊരു കരാർ ഏർപ്പെടുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം കെൽട്രോൺ എന്ന പൊതുമേഖലാ സ്ഥാപനം ഗാലക്സോണുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നു. അങ്ങനെ കെൽട്രോണും ഗാലക്സോണും തമ്മിലുള്ള കരാറിലാണ് ഈ കുഴപ്പം നടന്നിരിക്കുന്നത് എന്നാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണെങ്കിൽ ന്യായമായും ഒരു സംശയം, കെൽട്രോൺ ഈ ടെൻഡർ വിളിക്കുകയും ഗാലക്സോണിന് മാത്രമേ ഈ സാങ്കേതിക ശേഷിയുള്ളൂ എന്ന് കണ്ടെത്തി ഗാലക്സോണിനെ ഈ പണി ഏൽപ്പിക്കുകയുമായിരുന്നു, ഈ പദ്ധതി ഏൽപ്പിക്കുകയുമായിരുന്നു എന്നൊരു വാദം മുന്നിലേക്ക് വെച്ചാൽ എങ്ങനെയാണ് ഈ ആരോപണം നിലനിൽക്കുക? അരുൺകുമാർ, ഇങ്ങനെ ഒരു പ്രതിരോധം തന്നെയായിരിക്കും സ്വാഭാവികമായും പോലീസ് തീർക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ അക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ച ചെയ്ത് വന്ന 3 കാര്യങ്ങളാണ് ഇതിന് ആധാരമായി നമുക്ക് പറയാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് സംസ്ഥാന പോലീസും കെൽട്രോണുമായിരുന്നു കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ നടത്തിപ്പ്, ഈ സിംസുമായി ബന്ധപ്പെട്ട നടത്തിപ്പ് അവകാശം, ഇതിൻ്റെ ബാക്കി എല്ലാ നടപടിക്രമങ്ങൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് കേരള പോലീസും കെൽട്രോണും തന്നെ
തന്നെയായിരുന്നു. മുൻ അരുൺകുമാർ സൂചിപ്പിച്ച മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഉപകരാറിന്റെ സാധ്യതയാണ്. പക്ഷേ ഇത്രയും വിവാദം ഉണ്ടായിട്ട് പോലും പോലീസിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ കെൽട്രോൺ ഏതെങ്കിലും തരത്തിൽ, നമ്മൾ കെൽട്രോണുമായി ബന്ധപ്പെട്ടിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഉപകരാർ ഈ പറയുന്ന ഗാലക്സോൺ ഇന്റർനാഷണൽ എന്ന് പറയപ്പെടുന്ന കമ്പനിക്ക് കൊടുത്തു എന്ന് തെളിയിക്കുന്നതോ അതല്ലെങ്കിൽ അത് സമർത്ഥിക്കുന്നതുമായ ബന്ധപ്പെട്ട ഒരു രേഖകളും പുറത്തു വന്നിട്ടില്ല. വളരെ ഗുരുതരമായ ഒരു കാര്യം, ഏറെ ഗൗരവമുള്ളൊരു വിഷയമായി പരിഗണിക്കേണ്ടത്, അതീവ സുരക്ഷാ പ്രദേശമായ സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ഒരു കൺട്രോൾ റൂം തുടങ്ങാൻ സ്വാഭാവികമായും ഒരു സ്വകാര്യ കമ്പനിക്ക് അനുമതി കൊടുക്കില്ല, അനുമതി കൊടുക്കാനുള്ള ചട്ടവുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് നടത്തേണ്ടത് കെൽട്രോൺ ആണ്. കെൽട്രോൺ ഈ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിന് ഈ കരാറിലടക്കം കെൽട്രോണിനാണ്. അത് തന്നെയാണ് ഷഫീദ് ഈ വിഷയത്തിൽ കുറച്ച് ആശങ്കയും കൺഫ്യൂഷനും ഈ ഘട്ടത്തിൽ ഉണ്ടാക്കുന്നതും. വിജയകുമാർ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കെൽട്രോണിന് DIGയുടെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസിന്റെ സുരക്ഷാ ആസ്ഥാനത്തോ ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽപ്പെട്ട ജീവനക്കാരൻ പോയിരിക്കുന്നത് പോലെയല്ല ഗാലക്സോൺ എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരൻ പോയിരുന്ന് നിരീക്ഷണം നടത്തുകയും അതിന്റെ പേരിൽ തുക കൈപ്പറ്റുകയും ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് ടെക്നിക്കൽ നോ ഹൗ ഗാലക്സോണിന് മാത്രമേ അറിയത്തുള്ളെങ്കിലോ അതൊരു പ്രശ്നമാണ്. പക്ഷേ അപ്പോഴും ഗാലക്സോൺ എങ്ങനെ ചിത്രത്തിലേക്ക് വരുന്നു? എന്തുകൊണ്ട് ഗാലക്സോൺ മാത്രം മറ്റ് കമ്പനികളെ പരിഗണിച്ചിരുന്നോ? ഇല്ല, ടെൻഡർ എത്രത്തോളം സുതാര്യമായിരുന്നു? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ അരുൺ, ഇന്നലെ CNDG-യുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് പോലീസും കെൽട്രോണും തമ്മിൽ ഒരു അൺഹോളി അലയൻസ് ഉണ്ട് എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ. കെൽട്രോൺ പൊതുമേഖലാ സ്ഥാപനമാണ്. പക്ഷേ കെൽട്രോൺ പൊതുമേഖലാ സ്ഥാപനമായിരിക്കുമ്പോഴും കെൽട്രോൺ ഇത്തരത്തിൽ ഉപകരാറ് കൊടുക്കുന്നത് വഴി ഉണ്ടാകുന്ന നേട്ടം യഥാർത്ഥത്തിൽ കെൽട്രോണിനല്ല, അത് മറ്റ് സ്വകാര്യ കമ്പനികൾക്കാണ്. അതുവഴി കെൽട്രോണിന് വ്യക്തിപരമായി ഏതെങ്കിലും ഈ സിംസ് എന്ന് പറയുന്നത് തന്നെ ഗാലക്സോൺ എന്ന ഒരു ഇന്റർനാഷണൽ കമ്പനി ദുബായിലും ഷാർജയിലും വിജയിച്ചതാണ്, പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഷാർജ പോലീസിനും ദുബായ് പോലീസിനും സിംസ് കൊടുത്ത കമ്പനിയാണ് ഗാലക്സോൺ. കെൽട്രോണിന് സാങ്കേതിക വിദ്യ ഇല്ല, ഗാലക്സോൺ സാങ്കേതിക വിദ്യ കൊടുക്കുന്നു. ഈ സാങ്കേതിക വിദ്യയുടെ പോരായ്മയോ ഗാലക്സോണിന്റെ കപ്പാസിറ്റിയോ അല്ല ഇവിടെ വിമർശന വിധേയമാക്കുന്നത്. ഗാലക്സോൺ എങ്ങനെ ചിത്രത്തിലേക്ക് വരുന്നു, അതിന്റെ മാനദണ്ഡം എന്തായിരുന്നു, അത് ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നു ആ പ്രോസസ്സിന്. അതായത് കെൽട്രോണും ഗാലക്സോണും തമ്മിലുള്ള ഉപകരാർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഉപകരാർ പുറത്തു വരിക മാത്രമാണ് ഈ വിഷയത്തിൽ ആശങ്ക പരിഹരിക്കാൻ. അതിൽ മുഖ്യമന്ത്രിയും DGP ഒന്ന് മറുപടി പറയണമായിരുന്നു, അവരത് പറഞ്ഞില്ല. പക്ഷെ അവർ പറയുന്നത് ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വെക്കാം എന്നുള്ളതാണ്. പക്ഷേ ഈ ആരോപണം സിംസ് കൊണ്ടുവന്നേക്കുന്ന CAG അല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിന്റെ രാഷ്ട്രീയ വശം എങ്ങനെയാണ് പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് അല്ലമീനോട് ചോദിക്കാം. അല്ലമീൻ, ഇന്നലെ CNDG റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം DGP-ക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് NIA അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ലീഗും ഇതേ ആവശ്യം ഉയർത്തിക്കൊണ്ട് വരികയാണ്. സോഫ്റ്റായി ലീഗ് കുറച്ച് തണുപ്പിച്ചു അല്ലേ? ശരി, അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ആയുധം എന്ന നിലയിൽ പ്രതിപക്ഷം ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? CAG റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ DGP ലോക് ബെഹ്റയ്ക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ DGP സ്ഥാനത്ത് നിന്ന് ലോക്നാഥ് ബെഹ്റയെ മാറ്റുക. മറ്റൊന്ന്, ഈ CAG കണ്ടെത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ DGP-ക്കെതിരെ CBI അന്വേഷണം നടത്തുക. ഒപ്പം ഈ തോക്കുകൾ കാണാതായ സംഭവം അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ ഇക്കാര്യത്തിലെ അന്വേഷണം NIA ഏൽപ്പിക്കുക. ഈ 3 ആവശ്യങ്ങൾ ഇന്നലെ CAG റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഒരു കത്തിലൂടെ രേഖാമൂലം മുഖ്യമന്ത്രിയോട് ഈ ആവശ്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെ വേണമെന്നുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്ന് തീരുമാനിക്കും. ഒപ്പം ഇക്കാര്യത്തിൽ DGP-ക്കെതിരെ ഗവർണറെ സമീപിക്കുന്നതിന്റെ സാധ്യതകളും പ്രതിപക്ഷം ആരായുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ആയുധമായി ഈ വിഷയം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ CAG റിപ്പോർട്ടിന്മേൽ അന്തിമ നിലപാടുകൾ നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് കൈക്കൊള്ളേണ്ടത്. ഈ കമ്മിറ്റിയുടെ തലവൻ VD സതീശൻ MLA ആണ്. ഈ സമിതിക്ക് മുന്നിലാണ്, ഈ VD സതീശൻ തലവനായ 9 അംഗ സമിതിക്ക് മുന്നിലാണ് CAG റിപ്പോർട്ട് വരുന്നത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ട് സമിതി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഈ സമിതി DGP-യുടെ ഉൾപ്പെടെ വിശദീകരണം ആരായുകയും ചെയ്യും. ആ സമിതിക്ക് മുന്നിൽ നിലപാടുകൾ വ്യക്തമാക്കുമെന്നാണ് DGP തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ട് CAG-യുടെ റിപ്പോർട്ട് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. അത് സഭയിൽ വരുമ്പോൾ തുടർന്ന് സഭയ്ക്കകത്തായിരിക്കും ഇതിൻ്റെ മറ്റു തലങ്ങൾ ഉയർന്നു വരിക. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ DGP-ക്കെതിരെയും ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തരമന്ത്രിക്ക് കൂടിയായ മുഖ്യമന്ത്രിക്കെതിരെയും നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. അത് ഏത് തരത്തിലായിരിക്കുമെന്നുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ എന്തായാലും ഇനി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുൻപിലായിരിക്കും. സിംസിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും നമുക്ക് ആശങ്കയുള്ളത്. സിംസ് ഈ CAG കണ്ടെത്തിയതല്ല, അതുകൊണ്ട് തന്നെ അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിൽ വരേണ്ട വിഷയവുമല്ല. പക്ഷേ സിംസിൽ സ്വകാര്യമായ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്. അത് അക്കേഷ്യ എന്ന കമ്പനിയാണ് വന്നിരിക്കുന്നത്. അക്കേഷ്യ എന്ന കമ്പനി ആവട്ടെ CCTV-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന
നൽകിയ വിവരാവകാശ രേഖയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. നമ്മൾക്കടക്കം ലഭിച്ചതും അത് തന്നെയാണ്. ID കാർഡ് അടക്കമുള്ള കാര്യങ്ങളിലെ സന്ദേഹവും അതിൽ തന്നെയാണ്. ആ കമ്പനിക്ക് അവരുടേതായ ആക്ഷേപങ്ങളും പരാതികളുമുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും ചർച്ച ചെയ്യേണ്ടതാണ്, രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നമുക്ക് എന്താണ് CIMS എന്നുള്ളത് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഇന്ന് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന CMS, സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം. ഇതൊരു അലാമിംഗ് സിസ്റ്റമാണ്. കേരള പോലീസിനെ ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലോ വീടുകളിലോ അതിക്രമം ആരെങ്കിലും നടത്തിയാൽ ആ വിവരം തത്സമയം തന്നെ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്ക് അറിയിക്കാനുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം. അതുമാത്രമാണ് CIMS, സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം. റൈറ്റ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറ്റവാളികളെ പിടികൂടാം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യ കുറ്റവാളികളെ കണ്ടെത്തുന്നു. ആ മേഖലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും സന്ദേശം പോകുന്നു. ലോക്കൽ പോലീസ് അവിടെ എത്തുന്നു. വിത്തിൻ 1 minute and less than 1 minute, 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നിങ്ങൾ അലാം ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ റൂമിൽ ഏത് ലൊക്കേഷനിൽ, ഏതു വീട്ടിൽ, ഏതു കടയിൽ, ഏതു സ്ഥാപനത്തിലാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നത് എന്നതിൻ്റെ അലേർട്ട് പോലീസിന് ലഭിക്കും. CCTVയിലൂടെ ആ ദൃശ്യങ്ങളും പോലീസിന് ബോധ്യപ്പെടും. ഏത് തരത്തിലുള്ള ഇൻട്രൂഷനാണ് നടക്കുന്നത്, സായുധമായിട്ടുള്ള ഇൻട്രൂഷനാണോ, കൂടുതൽ പോലീസിന് അവിടെ എത്തിക്കണോ, കൺട്രോൾ പോലീസിന് ആ വിവരം ലഭിക്കുന്നത് ആ ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളമാണ് ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ടറിയാം. അവിടെ ദുബായ് പോലീസിലും ഷാർജ പോലീസിലും ഈ CIMS ഇതേ കമ്പനി തന്നെ, ഇതേ ഗാലക്സോൺ എന്ന കമ്പനി തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് നടപ്പാക്കുന്നത് കെൽട്രോണുമായി സഹകരിച്ചുകൊണ്ടാണ്. പക്ഷേ കെൽട്രോൺ ഉപകരാർ കൊടുത്തത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഗാലക്സോൺ എന്ന കമ്പനിക്കാണ്. റൈറ്റ്. സ്വകാര്യ സ്ഥാപനങ്ങളെ സിംസ് കൺട്രോൾ റൂമുമായി ബന്ധിപ്പിക്കാം. അങ്ങനെയാണ് ഈ കൺട്രോൾ റൂമിൽ നിന്നുമാണ് ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് പോവുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഈ കുറ്റവാളികളെ ഐഡന്റിഫൈ ചെയ്ത് പിടികൂടാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുകയും. പക്ഷേ വിജയൻ, ഒരു ചോദ്യം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു അലാമിംഗ് സിസ്റ്റം എന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. 5 പോലീസ് സ്റ്റേഷനിൽ പോലീസ് ജീപ്പ് പോലും ഇല്ലാത്തൊരു നാടാണ്. എങ്ങനെ ഈ പോലീസ് ഈ സ്ഥലത്തെത്തും വിത്തിൻ മിനിറ്റ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൽ മറ്റൊരു രസകരമായ വിവരം ഇതിന്റെ കൂടെ വന്നത്, ഈ സ്വകാര്യ സ്ഥാപനങ്ങളെ കണ്ടെത്തുന്ന SP-മാരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്രേ. ഇത് ശരിക്കും പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം കൂടിയാണ്. പൂർണ്ണ സമയവും സ്ഥാപനം പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ CCTVയിൽ അലാം വരുന്നതോടുകൂടി പോലീസിന് അവിടെ എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ ആ മോഷണ ശ്രമമോ അതിക്രമമോ ഉണ്ടായാൽ 7 സെക്കൻഡിനകം വിവരം ലഭിക്കും. പക്ഷേ എത്ര സെക്കൻഡിനുള്ളിൽ അവിടെ എത്തുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ലൈവ് വീഡിയോ ദൃശ്യങ്ങൾ കൂടി ആ സ്ഥലത്ത് നിന്ന് ലഭ്യമാക്കാൻ സാധിക്കും ഈ CCTV ഉപയോഗിച്ചുകൊണ്ട്. ഇതാണ് ഗാലക്സോൺ ഷാർജയിലും ദുബായിലും പരീക്ഷിച്ച് വിജയകരമായി നടപ്പാക്കിയ പദ്ധതി. പക്ഷേ അവിടെ പോലീസ് അതിവേഗം തന്നെ റിയാക്ട് ചെയ്യുന്നൊരു പോലീസാണ്. കൺട്രോൾ റൂമിൽ നിന്ന് സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം എത്തിക്കും. അങ്ങനെ അവിടെ നിന്നുള്ള പോലീസ് സംഘം ഈ സ്ഥലത്തെത്തി പ്രതികളെ അല്ലെങ്കിൽ ഈ കൃത്യം നടത്തിയവരെ തടയുകയോ പിടികൂടുകയോ ചെയ്യും. അക്രമികൾ മടങ്ങും മുൻപ് പോലീസിനെത്താൻ കഴിയും. ഇങ്ങനെയാണ് പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോഴും മരുന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. കേരളത്തിൽ 5 പോലീസ് സ്റ്റേഷനുകൾക്ക് വണ്ടിയില്ല. ഇനി എത്ര പോലീസ് സ്റ്റേഷനിൽ ഓടുന്ന വണ്ടി ഉണ്ടെന്നൂടെ പരിശോധിക്കും. ഡാറ്റ എത്താൻ പോലീസ് ജീപ്പ് വേണ്ടാത്തത് കൊണ്ടും ഈ കമ്പനി കൃത്യമായ ഡാറ്റ 7 സെക്കൻഡിനുള്ളിൽ എത്തിക്കും. പക്ഷേ 7 മിനിറ്റിൽ 7 മണിക്കൂറിൽ എപ്പോഴാണ് പോലീസ് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും കേരളത്തിൽ 5 പോലീസ് സ്റ്റേഷനിൽ വണ്ടിയില്ല എന്നുള്ളത് ഇന്നലെ CAG തന്നെ പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ ഒരു ഗൃഹനാഥൻ സംഗീതിന്റെ 1.5 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ പോലീസ് എത്തിയത്. ഫോൺ വിളിച്ചു കഴിഞ്ഞതിന് ശേഷവും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് എന്നുള്ളതാണ്. നമ്മൾ സാമാന്യവൽക്കരിക്കുകയല്ല. സാമാന്യവൽക്കരിക്കുകയല്ല. ഈ പദ്ധതികളെല്ലാം നല്ലത്. പക്ഷേ പദ്ധതികളിലെ ക്രമക്കേടുകളുടെ ആശങ്കകളും ദുരൂഹതകളും മാറ്റേണ്ടതും അത്യാവശ്യമാണ്. ട്രാൻസ്പെറൻസി എന്നുള്ളത് പറച്ചിലിൽ മാത്രമല്ല നടപ്പിലും വരുത്തേണ്ടതാണ്. സിംസ് പദ്ധതിയിലെ ക്രമക്കേടുകൾ തെളിയിക്കുന്ന വിവരാവകാശ രേഖ 24 ആക്സസ് ചെയ്യാൻ സാധിച്ചു. കരാർ കെൽട്രോണിന് നൽകിയ വിവരാവകാശ രേഖയും കെൽട്രോണിൽ നിന്ന് പദ്ധതിയുടെ നടത്തിപ്പ് സ്വന്തമാക്കിയ സ്വകാര്യ കമ്പനിയുടെ ID കാർഡിന്റെ പകർപ്പും 24-ന് ലഭിച്ചു. പദ്ധതി നടപ്പിലാക്കുന്ന കമ്പനിക്ക് CCTV നിർമ്മാതാക്കളുടെ സംഘടനയെ അക്കേഷ്യയിൽ അംഗത്വമില്ലെന്ന് സംഘടനാ ഭാരവാഹികളും പ്രതികരിച്ചു. ഈ ടെൻഡർ വിളിച്ചത് അക്കേഷ്യ എന്ന് പറയുന്ന സംഘടനയോ അല്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരോ ഈ ടെൻഡറിനെ കുറിച്ച് ഒരു ഡീറ്റെയിലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ദിവസം CMS എന്ന് പറയുന്ന പ്രോജക്റ്റ് ഗാലക്സിയോണ് കൊടുത്തെന്നും അത് ഗവൺമെൻറ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്ന CMS എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ടെൻഡർ വിളിച്ചിരിക്കുന്നത് തന്നെ വേണ്ട രീതിയിൽ പബ്ലിഷ് ചെയ്യാതെ രഹസ്യമായിട്ടാണ് ഈ ടെൻഡർ കൊണ്ടുവന്നത്. ഈ ടെൻഡറെല്ലാം കൊണ്ടുവന്ന് ഈ കമ്പനി രംഗത്ത് വരുമ്പോഴാണ് ഈ മേഖലയിലുള്ള എല്ലാ വ്യാപാരികളും ഈ മേഖലയിലുള്ള ടെക്നീഷ്യൻസും ആളുകൾ തന്നെ ഇത് അറിയുന്നത് തന്നെ. ഞങ്ങളുടെ അക്കേഷ്യ എന്ന പേരിലുള്ള ഓൾ കേരള സംഘടനയിൽ കേരളത്തിലുള്ള ആകെ ഒരു സംഘടനയേ ഉള്ളൂ. ഈ സംഘടനയിലുള്ള ആരും ഇത് അറിഞ്ഞിട്ടില്ല.
സുധീഷ ധർമ്മൻ ചേരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. സുധീഷ ധർമ്മൻ, ഇപ്പോൾ അക്കേഷ്യ എന്ന കമ്പനിയുടെ പരാതി ആ സംഘടനയിൽ അംഗമല്ലാത്ത ഗാലക്സോൺ എന്ന കമ്പനിക്കാണ് സിംസിന്റെ നടത്തിപ്പ് അവകാശം കൊടുത്തിരിക്കുന്നത്. ആ നടപടിക്രമങ്ങളാവട്ടെ സുതാര്യമായിട്ടല്ലായിരുന്നു താനും. അതായിരുന്നു അക്കേഷ്യയുടെ പ്രധാനപ്പെട്ട പരാതി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, തീർച്ചയായും അതെ. അതായത് ഓൾ കേരള CCTV സംഘടനകളുടെ പ്രതിനിധികളാണ് നമ്മളെ വന്ന് കണ്ടത്. ഇത്തരത്തിലൊരു പദ്ധതി, സിംസ് പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ടെൻഡർ വിളിച്ചതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നു എന്ന വിവരമോ കേരളത്തിലെ ഒരു തരത്തിലുള്ള CCTV കമ്പനികളും അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത്. ഇതിനുശേഷം സിംസ് പദ്ധതി നടപ്പിലാക്കിയ ശേഷമാണ് ഇതിനെക്കുറിച്ച് ഇവർ അറിയുന്നത്. ഇങ്ങനൊരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട്, ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതെന്ന്. തുടർന്നാണ് ഇവർ വിവരാവകാശ രേഖ നൽകുകയും എങ്ങനെയാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പ് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് ഇത്തരത്തിൽ ഈ ടെൻഡർ വിളിച്ചിരുന്നു എന്ന കാര്യം ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ടെൻഡർ വിളിക്കുകയാണെങ്കിൽ പോലും ഇക്കാര്യം ഈ ഒരു കമ്പനികളും അറിഞ്ഞിട്ടില്ല. അതായത് അതീവ രഹസ്യമായാണ് ഇത്തരത്തിലൊരു ടെൻഡർ വിളിക്കുകയും ഈ കമ്പനിക്ക്, ഈ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിക്ക് ഈ ഒരു കരാർ നൽകുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതായത് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ദുരൂഹതയുണ്ട് എന്ന് കൂടി അക്വേഷ്യ എന്ന സംഘടന ഉന്നയിക്കുന്നു. അത്തരത്തിൽ ഈ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമായി ഈ ഒരു പദ്ധതി എഴുതി കൊടുക്കുന്ന തരത്തിലാണ് ഇവിടെ നടപടികൾ നടന്നത് എന്നൊരു ആരോപണം കൂടി അക്വേഷ്യ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും കേരളത്തിലെ CCTV സംഘടനകൾ ഒന്നും തന്നെ, കേരളത്തിലെ CCTV കമ്പനികൾ ഒന്നും തന്നെ ഇത്തരം ഒരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗാലക്സോൺ എന്ന കമ്പനിയുടെ ID കാർഡാണ് മറ്റൊരു കാര്യമായി അവർ എടുത്തു കാണിച്ചത്. ഈ ID കാർഡിൽ ഏറ്റവും മുകളിലായി തന്നെ എടുത്തു കാണിക്കുന്നത് സിംസ് പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പേരും അതുപോലെ തന്നെ കേരള പോലീസും എടുത്തു കാണിച്ച് കൊണ്ടാണ് ഇവരുടെ ഈ ഒരു ID കാർഡ് പോലും ഇവർ പ്രദർശിപ്പിക്കുന്നത്. അതായത് ഈ ഒരു പദ്ധതി നടത്തിപ്പിനെ മുൻനിർത്തിയാണ് ഇവർ ഗാലക്സോൺ എന്ന കമ്പനിയെ മാർക്കറ്റ് ചെയ്യുന്നത് എന്നതടക്കമുള്ള പരാതികളും ഈ ഒരു അക്വേഷ്യ എന്ന സംഘടന മുന്നോട്ട് വെക്കുന്നു. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നു. ഇതിൽ വ്യക്തമായ ദുരൂഹതയുണ്ട് എന്നൊരു കാര്യവും അക്വേഷ്യ എന്ന കമ്പനി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കൃത്യമായ പങ്ക് കെൽട്രോൺ ആണോ അതോ കേരള പോലീസിൽ നിന്നാണോ ഇത്തരത്തിൽ നേരത്തെ സുധിഷയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുതാര്യത കുറവ് എന്നത് പ്രത്യക്ഷത്തിൽ ആരോപിക്കാവുന്ന ഒരു നീക്കം നടന്നിട്ടുണ്ട്. തീർച്ചയായും. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കാൻ മാർഗനിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം പാർട്ടികൾ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസുകളുടെ സ്വഭാവം, ചുമത്തപ്പെട്ട കുറ്റം എന്നിവ സൈറ്റിൽ ലഭ്യമാക്കണം. എന്തുകൊണ്ടാണ് ഇത്തരം സ്ഥാനാർത്ഥികളെ നിർത്തുന്നതെന്നും പാർട്ടികൾ വിശദീകരിക്കണം. മാർഗനിർദ്ദേശങ്ങൾ നടപ്പായില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. വിവരങ്ങളുമായി MP പ്രദീപ് കുമാർ ചേരുന്നു ഡൽഹിയിൽ നിന്നും. പ്രദീപ്, സുപ്രീം കോടതിയുടെ ഇത് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെയോ നാലാമത്തെയോ നിരീക്ഷണമാണ് ഈ രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ. ഈ ഘട്ടത്തിലെ ശ്രമം ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ കുരുക്കാവും. കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള നേതാക്കളുടെ, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കുക എന്ന കർശന നിർദ്ദേശമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ മുൻകാല പ്രാബല്യത്തോടു കൂടിയാണോ നടപ്പിലാക്കുന്നത്? അതായത് ഇപ്പോൾ നിലവിലിരിക്കുന്ന സർക്കാരിനും BJP പാർട്ടിക്കും കോൺഗ്രസിനും ഈ CPM-നുമെല്ലാം അവരുടെ പാർട്ടികളുടെ ക്രിമിനൽ സ്വഭാവമുള്ള പശ്ചാത്തലമുള്ള MP-മാരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടേണ്ടതുണ്ടോ? അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ചാണ് 6 മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അരുൺകുമാർ ചോദിച്ചതുപോലെ തന്നെ ഇത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണോ അതോ ഇപ്പോൾ മുതലാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതായത് ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുതൽ മാത്രമാണ് ഇത് ബാധകമാകുക. ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായും ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച വിശദാംശങ്ങൾ 48 മണിക്കൂറിനകം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. 72 മണിക്കൂറിനകം ഇത് സംബന്ധിച്ച്, അതായത് ഇപ്പോൾ ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിച്ചു എന്ന് കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകണം. ഇതിൽ യാതൊരു കാരണവശാലും ഒരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ വീഴ്ച സംഭവിച്ചാൽ കോടതിയലക്ഷ്യ നടപടി ഉണ്ടാകുമെന്നും ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം 2018 സെപ്റ്റംബറിൽ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഈ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ ജസ്റ്റിസ് RF നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങൾ അത് വളരെ കൃത്യമായി വിശദമായി തന്നെ, അതായത് കേസിൻ്റെ സ്വഭാവം, ഇപ്പോൾ വിചാരണയുടെ ഏത് ഘട്ടത്തിലാണ് ഉള്ളത് എന്ന് തുടങ്ങിയവ അടക്കമുള്ള സൂക്ഷ്മമായ വിശദാംശങ്ങൾ വരെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കണം. മാത്രമല്ല ഒരു ദേശീയ ദിനപത്രത്തിൽ, ഒരു തദ്ദേശ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ദിനപത്രത്തിൽ
അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയിൽ കൂടിയും ഇതിന് പരസ്യ പ്രചാരണം നൽകണമെന്നും കോടതി വ്യക്തമാക്കി ഉത്തരവിട്ടിട്ടുണ്ട്. ശരി, അതുപോലെ തന്നെ എന്തായാലും സുപ്രീം കോടതി സജീവമായി ഇടപെടാൻ പോകുന്നു. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം ഒഴിവാക്കാനുള്ള സുപ്രീം കോടതിയുടെ അവസാനത്തെ ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ഏറ്റവും ഒടുവിലത്തെ ശ്രമം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സംവരണ അട്ടിമറി എന്ന് SC/ST സെല്ലിന്റെ റിപ്പോർട്ട് 24 എക്സ്ക്ലൂസീവ് കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. ന്യൂസ് ട്രാക്ക് 1/7 തുടരുന്നു. CAG റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ DGP ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹർജി. ഈ മാസം 20-ന് ഹർജി പരിഗണിക്കും. പൊതുപ്രവർത്തകൻ PD ജോസഫാണ് ഹർജിക്കാരൻ. ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, CAG കൊടുത്ത റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിഗണിക്കാനിരിക്കുന്ന ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ ഈ ഹർജി വന്നിരിക്കുന്നത്. എന്തെങ്കിലും സാധ്യതയുണ്ടോ കോടതി പരിഗണിക്കുന്നതിന്? എന്താണ് വിശദാംശങ്ങൾ? അരുൺകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CAG റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് നാഥനില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. ഒപ്പം ക്രിമിനലുകൾക്ക് ഒത്താശ ചെയ്യുന്ന തരത്തിലാണ് DGPയുടെ ഇടപെടൽ തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി തൃശൂർ വിജിലൻസ് കോടതിയിൽ പൊതുപ്രവർത്തകനായ PD ജോസഫ് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ക്രിമിനലുകളെ നിയന്ത്രിക്കേണ്ട പോലീസ് ക്രിമിനലുകൾക്ക് വഴിവിട്ട സഹായം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വെടിയുണ്ട ഉൾപ്പെടെ കാണാതായ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു CAGയുടെ കണ്ടെത്തലുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് PD ജോസഫ് ഇത്തരത്തിൽ ഒരു ഹർജി വിജിലൻസ് കോടതി സമർപ്പിച്ചിരിക്കുന്നത്. കോടതി ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് 20-ാം തീയതി ഇത് പരിഗണിക്കാമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്ത് നിലപാടായിരിക്കും കോടതി എടുക്കുക, ഏത് തരത്തിലായിരിക്കും ഇതിനെ സമീപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടതാണ്. ദീപക് മനയന്മയാണ് വിവരം നൽകിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. മരട് മാലിന്യ നീക്കത്തിൽ നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തി ദേശീയ ഹരിത ട്രിബ്യൂണൽ മോണിറ്ററിംഗ് കമ്മിറ്റി. മാലിന്യ നീക്കത്തിൽ നഗരസഭ ട്രിബ്യൂണൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പ്രദേശവാസികളുടെ സുരക്ഷ കണക്കിലെടുക്കാതെയാണ് നഗരസഭ മാലിന്യ നീക്കം നടത്തിയത്. വാട്ടർ സ്പ്രിംഗറുകൾ, CCTVകൾ എന്നിവ സ്ഥാപിച്ചിട്ടില്ലെന്നും പ്രദേശവാസികളുടെ സുരക്ഷ കണക്കിലെടുത്തിട്ടില്ലെന്നും മോണിറ്ററിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് തുടർ നടപടികൾ സ്വീകരിച്ചേക്കും. വിശദാംശങ്ങൾ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് നൽകും. ശ്രീകാന്ത്, ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ജസ്റ്റിസ് രാമകൃഷ്ണപിള്ള അധ്യക്ഷനായ സമിതിയായിരുന്നു. ആ സമിതിയുടെ മറ്റ് കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? ഗുരുതരമായ ആരോപണങ്ങളാണ് നഗരസഭയ്ക്കെതിരെ നിലവിൽ മരട് ഫ്ളാറ്റുകളുടെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്. പ്രധാനമായും വാട്ടർ സ്പ്രിംഗ്ലറുകൾ സ്ഥാപിച്ചിട്ടില്ല. ഈ 5 പ്രദേശങ്ങളിലും വാട്ടർ സ്പ്രിംഗ്ലറുകൾ സ്ഥാപിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ആരോപണം. രണ്ടാമത്തേതായി CCTV ഇവിടങ്ങളിൽ സ്ഥാപിക്കണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV സംവിധാനം ഇവിടെ വേണമെന്നുള്ളതായിരുന്നു മറ്റൊരു നിർദ്ദേശം. അതും പാലിക്കപ്പെട്ടിട്ടില്ല. മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ലോഡ് മാറ്റുമ്പോൾ എല്ലാ വാഹനങ്ങളും കൃത്യമായി മേൽമൂടിയിട്ട് മൂടി വേണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ അത് കൊണ്ടുപോകുവാൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇത് പാലിക്കപ്പെടുന്നില്ല, പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ മോണിറ്ററിംഗ് സമിതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഒരു ഉദ്യോഗസ്ഥൻ പൂർണ്ണ സമയവും ഇവിടെ നിൽക്കണം, ഈ പ്രദേശങ്ങളിൽ നിൽക്കണം എന്നുള്ള കാര്യവും നിർദ്ദേശിച്ചിരുന്നു സമിതി. പക്ഷേ ഇതും കാര്യമായി പരിഗണിക്കപ്പെടുന്നില്ല. ഏതാണ്ട് 50% കാര്യങ്ങൾ മാത്രമാണ് സമിതി പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ നഗരസഭ ചെയ്തിരിക്കുന്നത്. മറ്റൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. 200 ലോഡ് മാലിന്യമാണ് ഒരു ദിവസം പരമാവധി ഇവിടെ നിന്നും നീക്കം ചെയ്യപ്പെടുന്നത്. ശ്രീകാന്ത്, ഇതിൽ ഈ സ്വകാര്യ കമ്പനി നേരത്തെ പറഞ്ഞിരുന്നത് 30 ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റാനുള്ള സംവിധാനം തങ്ങളുടെ പക്കലുണ്ട് എന്നാണ്. ഈ കമ്പനി ഇപ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് എന്തെങ്കിലും പ്രതികരണം അവരുടെ ഇതിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? അനുമാനം നിലവിൽ കമ്പനി പ്രതിനിധികളുടെ പ്രതികരണമല്ല കിട്ടിയത്, പകരം നഗര വൈസ് ചെയർമാന്റെ പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, സംസ്ഥാന സർക്കാരാണ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടേണ്ടത്. സ്നേഹിൽ കുമാർ IAS എന്ന ഉദ്യോഗസ്ഥനെ ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് പറയുന്നു എന്ന് ആദ്യം അന്വേഷിക്കൂ എന്നുള്ളതാണ് ഇവിടെ നഗരസഭ വൈസ് ചെയർമാൻ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, ഒരു ശീതയുദ്ധം ഇരു പാർട്ടികളും തമ്മിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്നേഹിൽ കുമാർ IASും അതോടൊപ്പം നഗരസഭയും തമ്മിൽ ഒരു ശീതയുദ്ധം നടക്കുന്നുണ്ട്. അത് തന്നെയാകാം ശ്രീകാന്ത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ സംവരണ അട്ടിമറിയെന്ന് SC/ST സെല്ലിന്റെ റിപ്പോർട്ട്. മലയാളം PhD പ്രവേശനത്തിൽ സംവരണ മാനദണ്ഡം പാലിച്ചില്ല എന്നാണ് കണ്ടെത്തൽ. SFI നേതാവിന് വേണ്ടിയാണ് ക്രമവിരുദ്ധ നടപടി സ്വീകരിച്ചതെന്ന് ദളിത് വിദ്യാർത്ഥി കൂട്ടായ്മ ആരോപിച്ചു. ഇത്തരത്തിൽ റിസർവേഷൻ ചട്ടങ്ങളെ നേരിയ രീതിയിൽ മറന്നുപോയിട്ടുണ്ട്. അതായത് നിഷ്കളങ്കമായ ഒരു മറവിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അത് യൂണിവേഴ്സിറ്റിക്ക് തിരുത്താമായിരുന്നു, ഹൈക്കോടതിയിലെങ്കിലും. എന്നാൽ ഹൈക്കോടതിയിൽ നിന്ന് വളരെ കൃത്യമായി ഈ വിവരം സപ്രസ് ചെയ്യുകയും കോടതി ഉത്തരവിനെ പോലും ദുർവ്യാഖ്യാനിച്ചാണ് ഈ വിദ്യാർത്ഥിക്ക് റിസർവേഷൻ അട്ടിമറിച്ചുകൊണ്ട് അനുമതി നൽകിയിട്ടുള്ളത് ഇപ്പോൾ പ്രവേശനത്തിനായിട്ട്.
അതേസമയം റിസർച്ച് കമ്മിറ്റി മിനിറ്റ്സ് ദുർവ്യാഖ്യാനിച്ചാണ് വകുപ്പ് അധ്യക്ഷനായ ഡോക്ടർ VA വത്സലൻ സർവകലാശാലയ്ക്ക് കത്ത് നൽകിയതെന്ന് പരാതി അന്വേഷിച്ച SC/ST സെൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ ഭരണതലത്തിലെ പോരായ്മയാണ് വീഴ്ചയ്ക്ക് കാരണമെന്നാണ് ഡോക്ടർ VA വത്സലൻ 24-നോട് പറഞ്ഞത്. നമുക്ക് 10 പേര് നോട്ടിഫൈ ചെയ്തതിനു ശേഷം ഇത്രയധികം കുട്ടികൾ 44 കുട്ടികൾ ഇതിനകത്ത് അഭിമുഖത്തിന് യോഗ്യത നേടിയത് ഇത് ചരിത്ര സാധ്യമാണ്. അപ്പൊ ഇത്രയും മികച്ച കുട്ടികളെ നമ്മൾ ഇത്രയധികം പേര് ഒഴിവാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് റിസർച്ച് കമ്മിറ്റി, അത് വകുപ്പ് മേധാവി എന്റെ പ്രത്യേക താല്പര്യമൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. റിസർച്ച് കമ്മിറ്റിയാണ് അത് തീരുമാനിച്ചത്. റിസർച്ച് കമ്മിറ്റിയിൽ സർവകലാശാലയിലെ മിക്കവാറും പേര് പ്രൊഫസർമാരാണ്. അവരുടെ ഒരു താല്പര്യപ്രകാരം ചെയ്തതാണ്. ആ സമയത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു കുട്ടി അതിനകത്ത് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള അഴിമതി അവിടെ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ചുള്ള ഒരു സ്ഥാപിത താല്പര്യം അവിടെ പ്രവർത്തിച്ചിട്ടില്ല. സജോ ദേവസ്യ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജോ, ഇതിൽ സംവരണ തത്വം അട്ടിമറിച്ചു എന്ന SC/ST സെല്ലിന്റെ കണ്ടെത്തൽ അത് എങ്ങനെയാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ ഡോക്ടർ വത്സലൻ പറയുന്നത് മറ്റൊരു വേർഷനാണ്. ഇതിൽ എവിടെയാണ് വാസ്തവം? അരുൺകുമാർ, കാലടി സർവകലാശാലയുടെ മലയാളം വിഭാഗത്തിലാണ് ഈ ഗവേഷണത്തിന് വേണ്ടിയുള്ള അഡ്മിഷൻ. അത് 10 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ അഡ്മിഷൻ നൽകിയത്. 10 പേർക്ക് പ്രവേശനം നൽകുക എന്നതാണ് നിലവിൽ അവിടെ ഉണ്ടായിരുന്ന സീറ്റുകളുടെ എണ്ണം എന്നത്. അത് 15 ആക്കാൻ തീരുമാനിക്കുന്നു. അതായത് 5 കൂടി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ 10-ൽ 2 പേർക്ക് സംവരണ വിഭാഗത്തിൽ പ്രവേശനം നൽകണം. 5 സീറ്റ് കൂടി വർദ്ധിപ്പിക്കുമ്പോൾ സൂപ്പർ ന്യൂമറിയായി വരുമ്പോൾ ഒരാൾക്ക് കൂടി അധിക പരിഗണന നൽകണം. അതായത് 15 പേർക്ക് പ്രവേശനം നൽകുമ്പോൾ 3 പേർ സംവരണ വിഭാഗത്തിൽ നിന്നായിരിക്കണം എന്നതാണ് ചട്ടം. ഇത് പാലിക്കപ്പെട്ടില്ല. 5 പേരെ നിയമിക്കുന്നു. അതിൽ 5ാമതായി നിയമിച്ച ആൾ ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വാങ്ങിച്ചിരുന്നു. പക്ഷേ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആ വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകുന്നു. ഇത് ഈ 5 പേർക്ക് അധികമായി നൽകിയതും 3ാമതൊരാൾക്ക് കിട്ടാതെ പോയതും സംവരണ അട്ടിമറി നടന്നു. ഒപ്പം ഇതൊരു SFI നേതാവായതുകൊണ്ട് ഈ തരത്തിൽ നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തി ഇത്തരമൊരു പ്രവേശനം ഒരുക്കി നൽകിയതാണ് എന്നാണ് ദളിത് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആരോപണം. ഇത് സംബന്ധിച്ച് ഈ പരാതിയിന്മേൽ SC/ST സെൽ അന്വേഷണം നടത്തിയതിൽ പ്രധാനമായും കണ്ടെത്തിയത് ഈ റിസർച്ച് കമ്മിറ്റി ഈ വിഷയത്തിൽ ഒരു ശുപാർശ 5 പേർക്ക് കൂടി അധികമായി പ്രവേശനം നൽകാം, ഈ PhDക്ക് പ്രവേശനം നൽകാം എന്നൊരു ശുപാർശ നൽകുന്നു. പക്ഷേ അതിനുശേഷം ഈ JRF യോഗ്യത അല്ലെങ്കിൽ RGNF യോഗ്യത വേണം എന്നത് ഒരു സാധാരണ മാനദണ്ഡമായി എടുക്കാറുള്ളതാണ്. സർവകലാശാല ചട്ടത്തിലും അതുണ്ട് JRF. പക്ഷേ 2 പേർ ഇതിൽ പ്രവേശനം നേടിയതിൽ 2 പേർക്ക് JRF യോഗ്യത ഇല്ല എന്നതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം തന്നെ ഈ 15 പേർക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് 3 പേർ സംവരണ വിഭാഗത്തിൽ നിന്നായിരിക്കണമെന്ന ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ല. അത് ഡോക്ടർ VA വത്സലിന് നേരെയുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലായി ഈ SC/ST സെല്ലിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. അദ്ദേഹം ഈ റിസർച്ച് കമ്മിറ്റിയുടെ യോഗ മിനിറ്റ്സ് ദുർവ്യാഖ്യാനിച്ചാണ് ഒരു കത്ത് സർവകലാശാലയ്ക്ക് ഈ പ്രവേശനം സംബന്ധിച്ച് നൽകിയിട്ടുള്ളത്. ഒപ്പം മറ്റു ചില ആരോപണങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. അതായത് സർവകലാശാലയിൽ തന്നെ മറ്റു ചില ക്രമക്കേടുകൾ നടന്നു എന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥി ഹൈക്കോടതിയിൽ പോകുന്നതിന് വേണ്ടി വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ നൽകുന്നു. അന്ന് തന്നെ അതിന്റെ മറുപടി സർവകലാശാല നൽകുന്നു. അതേസമയം പരാതിക്കാരനായ വിദ്യാർത്ഥി സമാന വിഷയത്തിൽ ഒരു വിവരാവകാശ അപേക്ഷ നൽകുന്നു. പക്ഷേ 20 ദിവസത്തിന് ശേഷമാണ് മറുപടി ലഭിക്കുന്നത്. ഇതിൽ പോലും ഒരു വിവേചനം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗൂഢാലോചന സംശയിക്കുന്നു എന്ന ആരോപണമാണ് ദളിത് വിദ്യാർത്ഥി കൂട്ടായ്മ ഉന്നയിക്കുന്നത്. വ്യക്തമാണ് സജോ. എന്തായാലും ശങ്കരാചാര്യ സർവകലാശാലയിൽ മലയാളം PhD പ്രവേശനത്തിലാണ് സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് SC/ST സെൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ഡോക്ടർ വത്സലിനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ലക്നൗ കോടതിയിൽ ബോംബ് സ്ഫോടനമുണ്ടായി. അല്പസമയം മുമ്പ് 3 പേർക്ക് പരിക്കേറ്റു. സമീപത്ത് നിന്ന് 3 ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അഭിഭാഷകർ തമ്മിലുള്ള തർക്കമാണ് സംഭവത്തിന് കാരണം എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകും. നിതിൻ, എന്താണ് പോലീസ് പറയുന്നത്? ഇത് അഭിഭാഷകർ തമ്മിലുള്ള തർക്കത്തെ തുടർന്നുണ്ടായ ഒരു സ്ഫോടനം എന്ന നിലയിൽ മാത്രമാണോ? അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ വിവരങ്ങളോ ഉണ്ടോ ഇക്കാര്യത്തിൽ? വിജയകുമാർ, ഹസ്രത്ഗഞ്ചിലെ ലക്നൗ കളക്ട്രേറ്റിന് സമീപത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് സമീപമാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് അല്പസമയം മുമ്പാണ് സ്ഫോടനം ഉണ്ടായത്. ഇത് അഭിഭാഷകർ തമ്മിലുള്ളൊരു ആഭ്യന്തര തർക്കമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു. ബോംബ് സ്ഫോടനത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരു അഭിഭാഷകന്റെ നില ഗുരുതരമാണ്. മറ്റു 2 പേർക്ക് നിസ്സാര പരിക്കുകളുള്ളൂ. ഗുരുതരമായി പരിക്കേറ്റ അഭിഭാഷകനെ ലക്നൌവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ അഭിഭാഷകർ തമ്മിലുള്ള ആഭ്യന്തര തർക്കമാണെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സഞ്ജീവ് ലോധി എന്ന അഭിഭാഷകൻ ലക്ഷ്യം വെച്ചാണ് ബോംബാക്രമണം നടത്തിയതെന്നും ലക്നൌ പോലീസ് അറിയിച്ചു. സ്ഫോടനം നടന്ന ഉടനെ പോലീസും ബോംബ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനയിൽ 3 ബോംബുകൾ പിടികൂടി.
ഒപ്പം തന്നെ CCTV ദൃശ്യമടക്കം പരിശോധിച്ച് മാത്രമേ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഒരു അഭിഭാഷകനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇതിൽ മറ്റ് സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അഭിഭാഷകർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാണ് ഈ ഒരു സംഭവത്തിൽ വിശദാംശങ്ങൾ നൽകിയത്. അഭിഭാഷകർ തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നം ബോംബ് സ്ഫോടനത്തിൽ കലാശിച്ചു എന്നാണ് ലക്നൌവിൽ നിന്ന് വരുന്ന വാർത്ത. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ അനധികൃതമായ ഗ്രൗണ്ട് പുനർനിർമ്മാണം നടത്തിയതിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട്. കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും വനംവകുപ്പ് വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് വനംവകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. അതീവ പരിസ്ഥിതി സംരക്ഷണ മേഖലയായ പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽപ്പെട്ട വഞ്ചിവയലിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മണ്ണിട്ട് നികത്തി ഫുട്ബോൾ ഗ്രൗണ്ട് നിർമ്മിച്ചത്. 24 ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വനംവകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചിരുന്നു. മണ്ണ് മാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെ മണ്ണ് നികത്തി ഗ്രൗണ്ട് നിർമ്മിച്ചത് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ലംഘനമാണെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. അനധികൃത നിർമ്മാണത്തിന് കൂട്ടുനിന്ന പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ, വള്ളക്കടവ് റേഞ്ച് ഓഫീസർ അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. നേരത്തെ ഗ്രൗണ്ട് നിർമ്മാണം സംബന്ധിച്ച കേസ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഫയലിൽ സ്വീകരിച്ചിരുന്നു. ജില്ലാ കളക്ടർ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടങ്ങുന്ന 5 അംഗ സമിതിയോട് 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനും ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വള്ളക്കടവ് റേഞ്ചിന് കീഴിലെ അനധികൃത മരം മുറിക്കൽ ഉൾപ്പെടെ അന്വേഷിക്കാനെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥനെ വനംവകുപ്പ് ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിൽ ഇതുവരെ നടപടികളുണ്ടായിട്ടില്ല. എബിൻ ജോസ്, 24 ഇടുക്കി. സംസ്ഥാനത്ത് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചു നടക്കുന്ന ഭൂമി കൈമാറ്റം തടയണമെന്ന സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ നിർദ്ദേശം അട്ടിമറിച്ചു. ഇത്തരം രജിസ്ട്രേഷൻ തടയണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രേഷൻ IG-ക്ക് ലാൻഡ് ബോർഡ് കത്ത് നൽകിയെങ്കിലും നടപ്പായിട്ടില്ല. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് ഭൂമി കച്ചവടം നടന്നിട്ടും ഇതിൽ നടപടി ഉണ്ടായിട്ടുമില്ല. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഭൂമി ഇടപാടുകൾ CNDG കണ്ടെത്തിയത്. ഭൂപരിഷ്കരണ നിയമത്തിൽ പറയുന്ന ഭൂമിയേക്കാൾ അധികം ഭൂമി കൈവശം വെക്കുന്നയാൾ ഇക്കാര്യം സംസ്ഥാന ലാൻഡ് ബോർഡിനെ അറിയിക്കണമെന്നാണ് ചട്ടം. ഇതിൽ താലൂക്ക് ലാൻഡ് ബോർഡിൽ കേസ് ആരംഭിക്കേണ്ടതും അനുവദനീയമായതിലും കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അത് സർക്കാരിലേക്ക് നൽകാൻ ലാൻഡ് ബോർഡ് ഉത്തരവിറക്കുകയും ചെയ്യണം. എന്നാൽ ഇതെല്ലാം ലംഘിച്ച് സംസ്ഥാനത്ത് പരിധിയിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് CAG കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ കാസർഗോഡ്, കോട്ടയം, മലപ്പുറം, പാലക്കാട്, വയനാട് ജില്ലകളിൽ മാത്രം ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് ഭൂമി കച്ചവടം നടന്നിട്ടുണ്ട്. 212 ആധാരങ്ങളിലായി 70,020 ഹെക്ടർ ഭൂമിയാണ് കച്ചവടം നടത്തിയത്. ഇതിൽ 28 കച്ചവടങ്ങളിൽ മാത്രമാണ് കേസെടുത്തത്. ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ തടയണമെന്നാവശ്യപ്പെട്ട് സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് രജിസ്ട്രേഷൻ IG-ക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഇത് നടപ്പാക്കാനായില്ല. ഇതേ ജില്ലകളിൽ നിയമം ലംഘിച്ച് അധിക ഭൂമി കൈവശം വെച്ചവർ 12,860 ഹെക്ടറിന് കരമടച്ചു. എന്നാൽ 286 ഹെക്ടർ ഭൂമിയിൽ മാത്രമാണ് നടപടികൾ തുടങ്ങിയത്. ഇത്തരത്തിൽ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് ഭൂമി കച്ചവടം നടക്കുമ്പോഴും കരമടച്ച് ഭൂമി കൈവശം വെച്ചിട്ടും ഭൂമി തിരിച്ചുപിടിക്കാൻ റവന്യൂ വകുപ്പ് പ്രാഥമിക നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. കൊറോണ ബാധിച്ച് ചൈനയിൽ മരിച്ചവരുടെ എണ്ണം 1363 രോഗം ആദ്യം സ്ഥിരീകരിച്ച വുഹാൻ ഉൾപ്പെടുന്ന ഹുബൈ പ്രവിശ്യയിൽ ഇന്നലെ മാത്രം മരിച്ചത് 242 പേരാണ്. രോഗവ്യാപനം തടയാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴും കൊറോണ ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഉയരുകയാണ്. ലോകത്താകെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1363. ഫിലിപ്പീൻസിലും ഹോങ്കോങ്ങിലും നേരത്തെ ഓരോ മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. 14,840 പേർക്കാണ് ഹുബൈയിൽ ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ഹുബൈയിൽ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 33,693. ഇതിൽ 1,437 പേരുടെ നില ഗുരുതരമാണ്. 3,441 പേർ രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങിയെന്ന വാർത്തയും ചൈനീസ് ആരോഗ്യ മന്ത്രാലയം ഇന്നലെ പുറത്തുവിട്ടു. രോഗം വ്യാപിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ജാഗ്രത തുടരണമെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. ബാഴ്സലോണയിൽ നടക്കാനിരുന്ന ലോക മൊബൈൽ കോൺഗ്രസ് കൊറോണ ഭീതിയെ തുടർന്ന് മാറ്റിവെച്ചു. രോഗം പടർന്നു പിടിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൊതുപരിപാടികളിൽ പങ്കെടുക്കില്ലെന്ന് ദലൈലാമ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. കോട്ടയത്ത് മുത്തൂറ്റ് ഫിനാൻസ് സമരത്തിനിടെ വീണ്ടും സംഘർഷം. സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ CITU പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. മനോരമ ന്യൂസ് ക്യാമറമാൻ C. അഭിലാഷിന് മർദ്ദനമേറ്റു. ക്യാമറ തല്ലി തകർക്കാൻ ശ്രമിച്ച നേതാക്കൾ ഭീഷണി മുഴക്കുകയും ചെയ്തു. പരിക്കേറ്റ അഭിലാഷിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിച്ചു.
മെയിൻ ബ്രാഞ്ചിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയ വനിതാ ജീവനക്കാർക്കെതിരെ ഇന്നലെയുണ്ടായ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വിവരങ്ങളുമായി സി ജി ദിൽജിത്ത് ചേരുന്നു. സി ജി ദിൽജിത്ത്, മുത്തൂറ്റിലെ സമരം പലയിടങ്ങളിൽ പല സമയത്തായിട്ട് വീണ്ടും അക്രമ സ്വഭാവം കൈവരിക്കുകയാണ്. എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെ? അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയും കോട്ടയത്തും അടക്കം ഇത്തരത്തിൽ തൊഴിലാളികൾക്ക് നേരെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ, കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചതിൻ്റെ ഒരു പകയാണ് ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ തൊഴിലാളി നേതാക്കൾ പുറത്തെടുത്തത് എന്ന് വേണം കരുതേണ്ടത്. രാവിലെ 9 കൂടിയാണ് ഇത്തരത്തിൽ ഇന്നലെയുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ ബ്രാഞ്ചുകൾക്ക് മുന്നിലും പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ബേക്കർ ജംഗ്ഷൻ ബ്രാഞ്ചിലേക്ക് ജോലിക്കെത്തിയ ജീവനക്കാരെ ഈ തൊഴിലാളികൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തടയാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് പോലീസ് എത്തി ബ്രാഞ്ച് തുറക്കാൻ ശ്രമിച്ചത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമത്തിന് ശ്രമം ഉണ്ടായത്. മനോരമ ന്യൂസിൻ്റെ കോട്ടയത്തെ ക്യാമറാമാൻ സി അഭിലാഷിന് നേരെയാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടും തള്ളുമുണ്ടായത്. തിരിച്ച് പ്രതികരിച്ചതോടുകൂടി അഭിലാഷിന് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായി. 3 തവണയാണ് അഭിലാഷിനെ ഇത്തരത്തിൽ CITU നേതാക്കളായ രാജു, ബോസ് എന്നിവർ ചേർന്ന് മർദ്ദിച്ചത്. ഈ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. ഈ ക്യാമറ തല്ലി താഴെയിടാനായിരുന്നു 3ാമത്തെ ശ്രമം ഉണ്ടായത്. തൊട്ടു പിന്നാലെ പോലീസ് എത്തി ഇത്തരത്തിൽ ഇവരെ നിയന്ത്രിച്ച് നിർത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഈ ബ്രാഞ്ച് തുറന്ന് ഇവർ അകത്ത് കയറി പോലീസിൻ്റെ സഹായത്തോടു കൂടി ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇതേ ബ്രാഞ്ചിൽ, ബേക്കർ ജംഗ്ഷനിലെ ബ്രാഞ്ചിൽ തന്നെ ഇത്തരത്തിലൊരു അതിക്രമം തൊഴിലാളികൾക്ക് നേരെ ഉണ്ടായിരുന്നു. അന്ന് ചീമുട്ട എറിഞ്ഞാണ് CITU തൊഴിലാളികൾ ഇവരെ നേരിട്ടത്. ഈ ഷട്ടറിനുള്ളിൽ, ഈ ബ്രാഞ്ചിൻ്റെ ഷട്ടറിനുള്ളിൽ മദ്യക്കുപ്പികൾ തിരികെ വെക്കുന്നതടക്കമുള്ള നടപടികൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അന്ന് പോലീസ് എത്തിയാണ് ഇവ നീക്കം ചെയ്ത് ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകിയത്. അതിന് പിന്നാലെയാണ് ഇന്നലെ മെയിൻ ബ്രാഞ്ചിൽ, ക്രൗൺ പ്ലാസ ബിൽഡിങ്ങിലുള്ള മെയിൻ ബ്രാഞ്ചിലും സമാന രീതിയിലുള്ളൊരു അക്രമം ഉണ്ടായി. ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ജീവനക്കാർക്ക് നേരെയാണ് ഇത്തരത്തിൽ അവരെ പുറത്തേക്ക് വിടാതെ തടഞ്ഞു. ദിൽജിത്താണ് കോട്ടയത്തും വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും മുത്തൂറ്റിൽ സമരം സംഘർഷഭരിതമാവുകയാണ്. ഇന്നലെ കട്ടപ്പനയിലും അതിനുശേഷം കൊച്ചിയിലും ഇതേ പ്രശ്നത്തിന്റെ പേരിൽ പരിഹരിക്കപ്പെടാനാവാത്ത വിധത്തിൽ ഈ പ്രശ്നങ്ങൾ കുരുങ്ങിയും മുറുക്കിങ്ങനെ അല്ലേ, കോടതിയുടെ മുൻകൈയിൽ, ഹൈക്കോടതി മുൻകൈ എടുത്ത് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകളും ഫലം കാണുന്നില്ല. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ വിജിലൻസ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചെന്നും ശനിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻകൂർ ജാമ്യം തേടില്ലെന്നും അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും VK ഇബ്രാഹിം കുഞ്ഞ് കൊച്ചിയിൽ പറഞ്ഞു. ശനിയാഴ്ച തിരുവനന്തപുരത്ത് ഹാജരാവാൻ എനിക്ക് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹാജരാകും. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഹാജരായി മൊഴി കൊടുത്തതാണ്. ഇത്തവണയും മൊഴി കൊടുക്കും. കേസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലുള്ള ഒരു കേസിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രതികരിക്കാനില്ല. അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയില്ല. ഈ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് സംശയം ഞാൻ പറഞ്ഞില്ലേ, പ്രതികരിക്കാനില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി 25,000 കോടി രൂപയുടെ ഹെലികോപ്റ്റർ ഇടപാടിന് ധാരണ. അമേരിക്കയിൽ നിന്ന് 30 അത്യാധുനിക ഹെലികോപ്റ്ററുകളാണ് വാങ്ങുന്നത്. കേന്ദ്രമന്ത്രിസഭാ സമിതി അടുത്തയാഴ്ച ഇടപാടിന് അംഗീകാരം നൽകിയേക്കും. നാവികസേനയ്ക്ക് വേണ്ടി 24 MH-60 റോമിയോ മൾട്ടിമിഷൻ ഹെലികോപ്റ്ററുകളും കരസേനയ്ക്ക് വേണ്ടി 6 AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകളും വാങ്ങാനാണ് ധാരണയായത്. റോമിയോ ഹെലികോപ്റ്ററുകളുടെ വിലയുടെ 15% ആദ്യം നൽകും. ധാരണയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിനകം ഹെലികോപ്റ്ററുകൾ രാജ്യത്തെത്തും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം 24, 25 തീയതികളിലാണ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. പ്രതിരോധ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ആയുധ ഇടപാടുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചേക്കും. വ്യാപാര കരാറിലും ഒപ്പുവയ്ക്കുമെന്നാണ് സൂചന. ട്രംപിനൊപ്പം ഭാര്യ മിലാനിയയും ഇന്ത്യയിലെത്തുന്നുണ്ട്. ഡൽഹിക്ക് പുറമെ അഹമ്മദാബാദും ട്രംപ് സന്ദർശിക്കും. 24 ഡൽഹി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി കശ്മീരിലെ പ്രശ്നങ്ങളും പൗരത്വ നിയമ പ്രതിഷേധങ്ങളും ചൂണ്ടിക്കാണിച്ച് 4 US സെനറ്റർമാർ സെനറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയ്ക്ക് കത്തെഴുതി. കശ്മീരിൽ 6 മാസത്തിലധികമായി രാഷ്ട്രീയ നേതാക്കൾ തടവിൽ കഴിയുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം കത്തിൽ സെനറ്റർമാർ ചൂണ്ടിക്കാണിച്ചു. ഇതോടൊപ്പം രാജ്യത്ത് പടർന്നുപിടിച്ച പൗരത്വ നിയമവിരുദ്ധ പ്രക്ഷോഭവും സെനറ്റർമാർ കത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്.
4 മുതിർന്ന സെനറ്റർമാരാണ് US വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയ്ക്ക് കത്തെഴുതിയത്. ഒമർ അബ്ദുള്ള, മെഹബൂബ മുഫ്തി എന്നീ മുൻ മുഖ്യമന്ത്രിമാരുൾപ്പെടുന്ന നേതാക്കളെ യാതൊരു വിധത്തിലുള്ള വിചാരണയും കൂടാതെയാണ് ഭരണകൂടം തടവിൽ വെച്ചിരിക്കുന്നത് എന്ന് കത്ത് ചൂണ്ടിക്കാട്ടുന്നു. മേഖലയിൽ ഇപ്പോഴും ഇന്റർനെറ്റിന് വിലക്കുള്ളതായും സെനറ്റർമാർ കത്തിൽ പറഞ്ഞു. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദീർഘമായ ഇന്റർനെറ്റ് ലഭ്യത തടയലാണ് ഇത്. 70 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് രോഗശുശ്രൂഷ സൗകര്യം പോലും ലഭിക്കുന്നില്ല. സംസ്ഥാനത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടതായി സെനറ്റർമാർ കത്തിൽ പറയുന്നുണ്ട്. നൂറുകണക്കിന് കശ്മീരികൾ ഇപ്പോഴും കരുതൽ തടങ്കലിലാണ്. ഇവരിൽ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരുമുണ്ട്. ഈ നടപടികൾ വലിയ പ്രത്യാഘാതങ്ങളാണ് വിളിച്ചുവരുത്തുകയെന്നും സെനറ്റർമാർ മുന്നറിയിപ്പ് നൽകി. കശ്മീരിൽ 370 വകുപ്പ് പിൻവലിച്ചതിനെ തുടർന്ന് രാഷ്ട്രീയ കാരണങ്ങളാൽ എത്ര പേരെയാണ് സർക്കാർ തടങ്കലിലാക്കിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് US ഭരണകൂടം 30 ദിവസത്തിനുള്ളിൽ ഒരു വിലയിരുത്തൽ നടത്തണമെന്നും സെനറ്റർമാർ കത്തിൽ ആവശ്യപ്പെടുന്നു. ചില ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ അവകാശങ്ങൾക്ക് ഭീഷണിയുള്ളതും രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് കളങ്കം വരുത്തുന്നതുമായ നടപടികളും ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത് എന്നും കത്തിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇന്ത്യൻ എണ്ണക്കപ്പലിലെ ജീവനക്കാരുടെ മോചനം പ്രതിസന്ധിയിൽ. കപ്പൽ ജപ്തി ചെയ്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കപ്പൽ ഉടമകൾ കോടതിയിൽ ഹാജരായില്ല. നടുക്കടലിൽ കഴിയുന്ന കപ്പൽ ജീവനക്കാർക്ക് മിച്ചമുള്ളത് ഒരാഴ്ചത്തെ ഭക്ഷണം മാത്രമാണ്. ശ്രീലങ്കയിലെ കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷം പണം നൽകാതെ മുങ്ങിയെന്ന പരാതിയിലാണ് ഇന്ത്യൻ എണ്ണക്കപ്പലായ ഹൻസ പ്രേം ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 78 ലക്ഷം രൂപയാണ് കൊളംബോയിലെ കപ്പൽശാലയ്ക്ക് കപ്പലുടമകൾ നൽകാനുള്ളത്. പണമടയ്ക്കാത്തതിന്റെ പേരിൽ കപ്പൽശാല അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കപ്പൽ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കപ്പൽ ഉടമസ്ഥർ ഇതുവരെയും കോടതിയെ സമീപിച്ചിട്ടില്ല. 21 ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലിൽ ഇനി മിച്ചമുള്ളത് ഒരാഴ്ചത്തെ ഭക്ഷണം മാത്രമാണ്. ഉടമസ്ഥർ കോടതിയെ സമീപിച്ചില്ലെങ്കിൽ കപ്പൽ ഇനിയും കസ്റ്റഡിയിൽ തന്നെ തുടരേണ്ടി വരും. മാരിടൈം നിയമപ്രകാരം കപ്പൽ 1-ാം പ്രതിയും കപ്പലിന്റെ ഉടമ 2-ാം പ്രതിയുമാണ്. ഉടമസ്ഥർ കോടതിയെ സമീപിക്കാത്ത സാഹചര്യത്തിൽ MLC-ക്കോ ഷിപ്പ് മാസ്റ്റർക്കോ മാത്രമേ ജീവനക്കാരുടെ കാര്യത്തിൽ പരിഹാരം കാണാൻ സാധിക്കൂ. സൂര്യശ്രീ, 24, കൊച്ചി. നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടിയിൽ പെരുംതേനീച്ചയുടെ ആക്രമണത്തിൽ 13 സ്ത്രീ തൊഴിലാളികൾക്ക് പരിക്ക്. 2 ഏലം എസ്റ്റേറ്റുകളിൽ ജോലിക്കെത്തിയ തൊഴിലാളികൾക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. കാമാക്ഷി വിലാസം മേഗാ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. പരിക്കേറ്റ തൊഴിലാളികളെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 25ഓളം പേരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. സമീപ തോട്ടങ്ങളിലടക്കം 80ഓളം തൊഴിലാളികൾ ഈ സമയം പണിയെടുത്തിരുന്നു. ഇവർക്കും തേനീച്ചയുടെ കുത്തേറ്റിട്ടുണ്ട്. തേനീച്ചക്കൂട് ഇളകിയതോടെ 4 പാടും തൊഴിലാളികൾ ചിതറിയോടിയെങ്കിലും കുത്തേൽക്കുകയായിരുന്നു. എവിടെ നിന്നറിയത്തില്ല. 2-3 ഈച്ച ആദ്യം വന്നാണ് ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. വന്ന് ഞങ്ങൾ ഓരോരുത്തരെയും വന്ന് ചുറ്റി അനുസരിച്ച് ഞങ്ങൾ ഓടുന്ന പുറകെ ഇത് അടിച്ചു വിട്ട് പോരുമായിരുന്നു. പക്ഷെ കുളവിയാണ് പെരുന്തേനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നി. വലിയ ഈച്ചയായിരുന്നു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ശാരീരിക അസ്വസ്ഥതകളും ഛർദിയും പലർക്കും ഉണ്ടായിട്ടുണ്ട്. 24 ഇടുക്കി. ഇനി ചില വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. നിർഭയ കേസിലെ വധശിക്ഷ വെവ്വേറെ നടത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. പ്രതികളായ വിനയ് ശർമ്മയ്ക്കും അക്ഷയ് കുമാർ സിംഗിനും നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. മലപ്പുറം കോട്ടയ്ക്കലിൽ 3 കോടിയുടെ കുഴൽപ്പണം പിടിച്ചു. അപകടമുണ്ടായി മറിഞ്ഞ ഓട്ടോയിൽ നിന്നാണ് കുഴൽപ്പണം പിടിച്ചത്. താനൂർ സ്വദേശികളായ 2 പേർ കസ്റ്റഡിയിൽ. മലപ്പുറത്ത് മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ്. രോഗിക്ക് കൂട്ടിരിപ്പിനെത്തിയ ആളാണ് മരിച്ചത്. ആഗ്ര ലക്നൌ ദേശീയപാതയിൽ ട്രക്കിന് പിറകിൽ ബസ്സിടിച്ച് 14 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഫിറോസാബാദിന് സമീപം ബോധനിലാണ് അപകടം. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രം മേൽശാന്തി AK സുധീർ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. ONV ഓർമ്മയായിട്ട് 4 വർഷങ്ങൾ. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ONVയുടെ ഓർമ്മകൾക്ക് 4 വയസ്സ്. നാടകഗാനങ്ങളിൽ തുടങ്ങി മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി സഞ്ചരിച്ച കവിയായിരുന്നു ONV കുറുപ്പ്.
ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. മലയാള കവിതയുടെ പര്യായം ONV. കവിത, സിനിമ, അധ്യാപനം തുടങ്ങി കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ 6 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന വ്യക്തിത്വം. പ്രകൃതിയുടെ നോവ് വരികളിൽ ആവാഹിച്ച് നാടൻ ശീലുകളുടെയും കവിതകളുടെയും ഇടവഴിയിലൂടെ നടന്നൊരാൾ. ഉപ്പ്, ഉജ്വയിനി, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം തുടങ്ങി 40-ലേറെ കവിതാ സമാഹാരങ്ങൾ. ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച്. പത്മശ്രീ, പത്മവിഭൂഷൺ മുതൽ ജ്ഞാനപീഠം വരെ നീളുന്ന പുരസ്കാരങ്ങൾ. മറക്കാനാവില്ല മലയാളത്തിന്റെ കാവ്യസൂര്യനെ. ഒരു വട്ടമല്ല, ഓർമ്മകളിങ്ങനെ തിരുമുറ്റത്ത് എന്നും ഓടിയെത്തും. പേരറിയാത്ത പെൺകിടാവിന്റെ നോവ് തേടി കാതങ്ങളേറെ നടന്ന കവി. കാലത്തിന്റെ വാതിൽപ്പഴുതിലൂടെ ലോകത്തെ നോക്കിയ കവിയുടെ ഓർമ്മകൾക്ക് പ്രണാമം. ന്യൂസ് ഡെസ്ക് 24. പക്ഷേ ONVയുടെ കാലത്ത് സ്വപ്നങ്ങൾ കാണുകയും അല്ലേ, പ്രണയ കവിതകൾ കേൾക്കുകയും പ്രണയഗാനങ്ങളിൽ അഭിനയിക്കുകയും ചെയ്ത ഒരു യുവനമായിരുന്നു നമ്മുടേതല്ലേ? തീർച്ചയായും അതെ. ആ യുവനം ഇപ്പോഴും ഉണ്ട്. ആ ഓർമ്മപ്പെടുത്തലോടെ നമുക്ക് ഈ ന്യൂസ് ട്രാക്ക് അവസാനിപ്പിക്കാം. ന്യൂസ് ട്രാക്ക് അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രാദേശിക വാർത്തകളുമായി പ്രവിധ എത്തും.